എല്ലാവർക്കും നമസ്കാരം. കോശി പ്ലസ് JP കരിയർ സൊല്യൂഷന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബയോസ്ഫിയർ റിസർവ്സ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. നിങ്ങൾക്കറിയാം, ബയോസ്ഫിയർ റിസർവ്സ് എന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് 3 കാര്യങ്ങളാണുള്ളത്. ഒന്ന് ബയോസ്ഫിയർ റിസർവ്സ് ഉണ്ട്, ഒന്ന് നാഷണൽ പാർക്ക് ഉണ്ട്, ഒന്ന് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഉണ്ട്. നിങ്ങളൊക്കെ യാത്ര ചെയ്യുന്നവരാണ് അല്ലേ? ഇപ്പൊ നിങ്ങൾ ഒരുപക്ഷെ തേക്കടി പോയിട്ടുണ്ടാവും. നാഷണൽ പാർക്ക്, വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണ് തേക്കടി. അതുപോലെ നമ്മൾ മൂന്നാറിൽ പോയിട്ടുണ്ടാവും അല്ലെ, ഊട്ടി പോയിട്ടുണ്ടാവും, നീലഗിരി. ഈസ്റ്റേൺ ഗട്ട്സും വെസ്റ്റേൺ ഗട്ട്സും ഒരുമിക്കുന്ന സ്ഥലമാണ് ഊട്ടി. ഇന്ന് ആ വക കാര്യങ്ങളെ പറ്റി ഒന്നും കൂടുതൽ പറയുന്നില്ല. ഇന്ന് നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർഷൻ എന്ന് പറയുന്നത് യുനെസ്കോയുടെ ഹെറിറ്റേജ് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ബയോസ്ഫിയർ റിസർവ്സ് ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. നമ്മൾ കാണാതെ പഠിക്കുന്നതിന് പകരം നമുക്ക് രസകരമായ ഒരു കോഡിലൂടെ പഠിക്കാം. ഞാൻ ഒന്നുകൂടെ പറയാം. യുനെസ്കോ എന്താണ്? യുനെസ്കോ യുണൈറ്റഡ് നേഷന്റെ ഒരു അംഗമാണ്. യുനെസ്കോ ഒരു ഭാഗമാണ് അല്ലെ. യുണൈറ്റഡ് നേഷൻ എഡ്യൂക്കേഷൻ സയന്റിഫിക് കൾച്ചറൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന യുനെസ്കോയുടെ മാൻ ആൻഡ് ബയോസ്ഫിയർ റിസർവ് പ്രോഗ്രാം MAB എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. ഓക്കെ, ആ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ട നമ്മുടെ ഇന്ത്യയിലെ 10 ബയോസ്ഫിയർ റിസർവ്സിനെ, ഇന്ത്യയിൽ മൊത്തം 18 ബയോസ്ഫിയർ റിസർവ്സ് ഉണ്ട്. അതില് യുനെസ്കോയുടെ ഹെറിറ്റേജ് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന 10 ബയോസ്ഫിയർ റിസർവ്സിനെ പറ്റിയാണ് ഇന്ന് പഠിക്കുന്നത്. നിരവധി പരീക്ഷകൾക്ക്, സിവിൽ സർവീസിന്റെ പ്രിലിംസ് ഉൾപ്പെടെ പല പരീക്ഷകൾക്ക്, PSC എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. നമുക്കിത് വളരെ രസകരമായിട്ട് ഒരു കോഡിലൂടെ നമുക്കൊന്ന് നോക്കാം. ആ കോഡ് ഞാനൊന്ന് ആദ്യം പറയാം. ഇങ്ങനെയാണ് വരുന്നത്. 4N, ഈ കോഡ് വരുന്നത് ഇങ്ങനെയാണ്. 4N GS പാസ്. ഇതൊന്ന് കാണാൻ പഠിച്ചു വെക്കോ. 4N GS എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ജനറൽ സ്റ്റഡീസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പരീക്ഷയ്ക്ക് അല്ലെ. 4N 4N. അപ്പൊ N ചേർത്ത് 4 ബയോസ്ഫിയർ റിസർവ് നമ്മൾ പഠിക്കും. GS G ചേർത്ത് ഒരെണ്ണം പഠിക്കും, S ചേർത്ത് ഒരെണ്ണം പഠിക്കും. പാസ് PAAS പാസ്. അപ്പൊ അതിൽ P ചേർത്ത് പഠിക്കും, A ചേർത്ത് പഠിക്കും, വീണ്ടും A ചേർത്ത് പഠിക്കും, S ചേർത്ത് പഠിക്കും അല്ലെ. അപ്പം 4N GS പാസ് എന്തിന്റെ കോഡാണ്? യുനെസ്കോ ഹെറിറ്റേജ് ലിസ്റ്റിൽ, മാൻ ആൻഡ് ബയോസ്ഫിയർ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഇന്ത്യയിലെ ബയോസ്ഫിയർ റിസർവുകളുടെ പേരാണ്. ഓക്കെ, അപ്പൊ ആ കോഡുകൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാൻ നമുക്ക് നോക്കാം. ആദ്യത്തേത് 4N-നകത്തെ ആദ്യത്തെ N നന്ദാദേവി ആണ്. നന്ദാദേവി ബയോസ്ഫിയർ റിസർവ്. നമുക്ക് പഠിക്കേണ്ട ഒരു കാര്യം, അത് ഏത് സ്റ്റേറ്റിലാണെന്ന് പഠിക്കും. ഇപ്പൊ ഇത്രയും കാര്യം മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ, നന്ദാദേവി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്താണ്. ഉത്തരാഖണ്ഡ് എന്ന് പറയുന്നത് ദേവഭൂമി എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഇന്ത്യയിലെ. നമുക്കറിയാം, ചതുർധാമുകൾ ലൊക്കേറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. ഗംഗോത്രി, യമുനോത്രി, അതുപോലെ ബദ്രീനാഥ്, അതുപോലെ കേദാർനാഥ് എന്ന 4 ചതുർധാമങ്ങൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലമാണ്. ഹിമാലയൻ റീജിയനാണ്. വാലി ഓഫ് ഫ്ലവേഴ്സ് ഉള്ള സ്ഥലമാണ്. ഡെറാഡൂൺ ആണ് അതിന്റെ ക്യാപിറ്റൽ. അപ്പം ഉത്തരാഖണ്ഡ് അഥവാ പഴയ ഉത്തരാഞ്ചൽ സംസ്ഥാനത്തിലാണ് ആദ്യത്തേത് നന്ദാദേവി. ഇനി രണ്ടാമത്തത് N, രണ്ടാമത്തെ ബയോസ്ഫിയർ, ഇന്ത്യയിലെ മാൻ ആൻഡ് ബയോസ്ഫിയർ റിസർവ് പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന രണ്ടാമത്തെ ബയോസ്ഫിയർ നീലഗിരിയാണ്. നീലഗിരി അഥവാ നീൽഗിരി ഹിൽസ് എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. അത് ഒന്നുകൂടെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ തമിഴ്നാടുണ്ട്, കർണാടകമുണ്ട്, കേരളമുണ്ട്. ഈ 3 സംസ്ഥാനങ്ങളിലൂടെ വ്യാപിച്ചിരിക്കുന്ന ഒരു ബയോസ്ഫിയർ റിസർവ് ആണ് നീലഗിരി റിസർവ്. നീലഗിരി ഹിൽസിന് ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞു, ഈസ്റ്റേൺ ഗട്ട്സും വെസ്റ്റേൺ ഗട്ട്സും കൂടെ സംയോജിക്കുന്ന സ്ഥലമാണ് ഏതെന്ന് പറയുന്നത് നീലഗിരി ഹിൽസ് എന്ന് പറയുന്നത്. നമ്മുടെ പശ്ചിമഘട്ടം, അതായത് വെസ്റ്റേൺ ഗട്ട്സ്, പൂർവ്വഘട്ടമായ ഈസ്റ്റേൺ ഗട്ട്സും കൂടെ ഒന്നിക്കുന്ന സ്ഥലമാണ്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹിൽ സ്റ്റേഷൻ ഉണ്ട്. ഒരുപക്ഷെ നിങ്ങളൊക്കെ പോയിട്ടുണ്ടാവാം, സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ പോയിട്ടുണ്ട്. ഊട്ടി അഥവാ ഉദകമണ്ഡലം എന്ന് പറയുന്നത് നീലഗിരിയിലെ ഹിൽ സ്റ്റേഷൻ ആണ്. അവിടുത്തെ ആ ഊട്ടിയിലെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് ഉണ്ട്, ഡോഡാബെറ്റ ഹിൽസ് എന്ന് പറയും. അത് പല പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുള്ളതാണ്. അതൊരു പക്ഷെ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ടൂറിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ടുണ്ടാവും. ഡോഡാബെറ്റ ഹിൽസ് എന്ന് പറയുന്നത് വളരെ ഉയരത്തിലുള്ള ഒരു സ്ഥലമാണ്. ഓക്കെ, അപ്പൊ നീലഗിരി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന തമിഴ്നാട്, കേരള, കർണാടക. ഈ ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ് വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി, മുതുമലൈ നാഷണൽ പാർക്ക്. ഇതെല്ലാം നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ പാർട്ടായിട്ട് വരുന്നതാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ N എന്ന് പറയുന്നത് നോക്രക് എന്നാണ്. NOKREK, നോക്രക് ബയോസ്ഫിയർ റിസർവ്. അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് മേഘാലയ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഷില്ലോങ് ആണ് മേഘാലയയുടെ ക്യാപിറ്റൽ.
ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ സ്ഥലമാണ്. റീസെന്റ് ആയിട്ട് ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു സാധനം അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഹാപ്പിനെസ് ഇൻഡെക്സ് സാധാരണ ഭൂട്ടാൻ എന്ന് പറയുന്ന രാജ്യമാണ് ഹാപ്പിനെസ് ഇൻഡെക്സ് മെഷർ ചെയ്യുന്നത്. ഇന്ത്യയിൽ ഹാപ്പിനെസ് ഇൻഡെക്സ് മെഷർ ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് മേഘാലയ. അവിടെയാണ് ചിറാപുഞ്ചി, അവിടെയാണ് മൗസിൻ റാം, അവിടെ ഗാരോ ഹിൽസിന്റെ ഖാസി ആൻഡ് ഗാരോ ഹിൽസിൽ അടുത്തായിട്ട് ലൊക്കേറ്റ് ചെയ്യുന്ന ഒരു വളരെ മനോഹരമായ സ്ഥലമാണ് ഏതെന്ന് പറയുന്നത് നോക്രക് ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നിക്കോബാർ ആണ്, ഗ്രേറ്റ് നിക്കോബാർ, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ്. ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബേ ഓഫ് ബംഗാളിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന വളരെ പ്രശസ്തമായ ഒരു ഐലൻഡ് ആണ് ഇന്ത്യയിലെ. കാലാപാനി എന്ന് പറയുന്ന കറുത്ത വെള്ളം എന്ന് പറയുന്ന സെല്ലുലാർ ജയിൽ അവിടെയാണുള്ളത്. കാലാപാനി എന്നറിയപ്പെടുന്ന സ്ഥലം. കാലാപാനി നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടോ? ആ സിനിമ കൂടുതലും ഷൂട്ട് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഈ ആൻഡമാൻ നിക്കോബാറിലെ സെല്ലുലാർ ജയിലിലാണ്. വളരെയധികം കഥകൾ പറയാനുള്ള ഒരു സ്ഥലമാണ്. സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പം ഈ നിക്കോബാർ ഐലൻഡ്സ് എന്ന് പറയുന്നത് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിന്റെ പാർട്ടാണ് ഏതെന്ന് പറയുന്നത് ഗ്രേറ്റ് നിക്കോബാർ എന്ന്. അപ്പൊ നമ്മള് 4N പഠിച്ചു. 4N ഒന്നുകൂടെ ഞാൻ പറയാം. നന്ദാദേവി, നീലഗിരി, നോക്രക് ആൻഡ് നിക്കോബാർ. ഈ 4 4N. ഇനി നമ്മൾ 4N കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ എന്താണ്? GS ആണ് അല്ലെ? 4N കഴിഞ്ഞിട്ട് പറഞ്ഞ GS. അതിലെ G എന്താണ്? ഗൾഫ് ഓഫ് മന്നാർ എന്ന് പറയും. ഗൾഫ് ഓഫ് മന്നാർ എന്ന് പറയുന്നത് തമിഴ്നാടിലാണ്. തമിഴ്നാടിനടുത്ത് ശ്രീലങ്കയോട് ചേർന്ന് കിടക്കുന്ന പാക് ബേ അല്ലെങ്കിൽ പാക് സ്ട്രേറ്റ് എന്ന് പറയുന്ന ഒരു തുരുത്തുണ്ട്. ആ തുരുത്തിനോട് ചേർന്ന് കിടക്കുന്ന വിശാലമായ മെറൈൻ നാഷണൽ പാർക്ക് അല്ലെങ്കിൽ മെറൈൻ ബയോസ്ഫിയർ റിസർവ് ആണ് ഗൾഫ് ഓഫ് മന്നാർ എന്ന് പറയുന്നത്. ജിക്ക് ശേഷം അടുത്തത് വരുന്നത് എസ് ആണ്. എസ് ഒഡീഷ എന്ന് പറയുന്ന സംസ്ഥാനത്താണ്. സിമിലിപാൽ, സിമിലിപാൽ എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ ഒരു ബയോസ്ഫിയർ റിസർവ് ആണ്. അത് ലൊക്കേറ്റ് ചെയ്യുന്നത് ഒഡീഷയിലാണ്. ഓക്കെ, അപ്പൊ ഇത്രയും നമ്മൾ പഠിച്ചതില് 4N നന്ദാദേവി, നീലഗിരി, നോക്രക്, നിക്കോബാർ ഐലൻഡ്സ്, GS ഗൾഫ് ഓഫ് മന്നാർ ആൻഡ് സിമിലിപാൽ. ഓക്കെ, നമുക്ക് അടുത്ത കോഡിലേക്ക് കിടക്കാം. പാസ് ആണ് അല്ലെ? നമ്മളിപ്പോ 4N പറഞ്ഞു, GS പറഞ്ഞു. ഇനി അടുത്ത പാസ്, PAAS. അതിൽ P വരുന്നത് പച്ചമർഹി എന്ന് പറയുന്ന സ്ഥലമാണ്. പച്ചമർഹി ബയോസ്ഫിയർ റിസർവ് ലൊക്കേറ്റ് ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിന്റെ ക്യാപിറ്റൽ ഭോപ്പാലാണ്. മധ്യപ്രദേശ് ഇന്ത്യയുടെ മധ്യഭാഗത്തുള്ള ഒരു സ്റ്റേറ്റ് ആണ്. അവിടുത്തെ വളരെ മനോഹരമായ ഒരു ബയോസ്ഫിയർ റിസർവ് ആണ് പച്ചമർഹി. അടുത്തത് P കഴിഞ്ഞിട്ട് A ആണ്. A വരും. അതിൽ ഒരു A വരുന്നത് അച്ചൻ കമർ അമർ കണ്ടക് എന്ന് പറയുന്നതാണ്. ചില പ്രയാസമാണ് പഠിക്കാൻ. അത് അച്ചന കമർ അമർ കണ്ടക് എന്ന് പറയുന്ന ബയോസ്ഫിയർ റിസർവ്. അത് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ബോർഡറിലായിട്ടാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. മധ്യപ്രദേശിന്റെയും ഛത്തീസ്ഗഡിന്റെയും ബോർഡറിലാണ് അച്ചന കമർ അമർ കണ്ടക് എന്ന് പറയുന്ന ബയോസ്ഫിയർ റിസർവ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് A, നമ്മുടെ സ്വന്തം കേരളത്തിലാണ്. നമ്മുടെ കേരളത്തിൽ ഒരു ബയോസ്ഫിയർ റിസർവ് ഉണ്ടെന്ന് നമുക്ക് അഭിമാനിക്കാം. അത് അഗസ്ത്യമലയാണ്. ശരിക്കും പറഞ്ഞാൽ കേരള തമിഴ്നാട് ബോർഡർ എന്ന് വേണമെങ്കിൽ പറയാം. തിരുവനന്തപുരത്താണത് അഗസ്ത്യമല. അവിടെ കേരള ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് കേരള തമിഴ്നാട് ബോർഡറിലാണ്. വളരെ വിശേഷപ്പെട്ട ഒരു സ്ഥലമാണ് അഗസ്ത്യമല. വളരെയധികം വിശേഷപ്പെട്ട ഫ്ലോറ ആൻഡ് ഫൊണ ലൊക്കേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഔഷധ സസ്യങ്ങളുടെ ഒരു കേന്ദ്രമാണ്. അപ്പൊ ഈ അഗസ്ത്യമല ലൊക്കേറ്റ് ചെയ്യുന്നത് കേരളത്തിലാണ്. ഇനി അടുത്ത അവസാനമായിട്ട് ലാസ്റ്റില് പാസിന്റെ S, സുന്ദർബൻസ്. സുന്ദർബൻസ് എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളാണ്. സുന്ദരി എന്ന് പറയുന്ന ട്രീസ് അല്ലെ, ടൈഡൽ ഫോറസ്റ്റ്, ടൈഡൽ വനങ്ങളുള്ള ഒരു സ്ഥലമാണ് സുന്ദർബൻസ് എന്ന് പറയുന്നത്. വെസ്റ്റ് ബംഗാളിലാണ്. വളരെ വിശേഷപ്പെട്ട ഒരു നാഷണൽ പാർക്കാണ്. അതുപോലെ ബയോസ്ഫിയർ റിസർവ് ആണ്. അതുപോലെ തന്നെ വളരെയധികം ജൈവ വൈവിധ്യങ്ങളുടെ ഒരു കലവറ കൂടിയാണ് ഏതെന്ന് പറയുന്നത് ഈ സുന്ദർബൻസ് നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതിനെ എല്ലാം കൂടി ഒന്ന് സമ്മപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഞാൻ പറയാം. 4NGS പാസ് എന്താണ്? യുനെസ്കോയുടെ മാൻ ആൻഡ് ബയോസ്ഫിയർ ഹെറിറ്റേജ് പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഇന്ത്യയിലെ 18 ബയോസ്ഫിയറുകളിൽ തിരഞ്ഞെടുക്കപ്പെട്ട 10 ബയോസ്ഫിയറുകളുടെ പേരാണ് നമ്മളിപ്പോ പഠിച്ചത്. 4NGS പാസ്. ഈ കോഡ് ഓർമ്മയിരുന്നാൽ നമുക്ക് ഏത് പരീക്ഷയ്ക്കും ക്വസ്റ്റ്യൻ ഏത് പാറ്റേണിൽ വന്നാലും നമുക്ക് ഒരിക്കലും തെറ്റാതെ ആൻസർ പറയാം. ഇത്രയുമാണ്. ഇനി ഇത് കൂടാതെ മറ്റ് ബയോസ്ഫിയർ റിസർവുകളുണ്ട്. നാഷണൽ പാർക്കിനെ പറ്റി പഠിക്കണം, വൈൽഡ് ലൈഫ് സാങ്ച്വറീസിനെ പറ്റി പഠിക്കണം, അതുപോലെ മെറൈൻ നാഷണൽ പാർക്കിനെ പറ്റി പഠിക്കണം, ബേർഡ് സാങ്ച്വറീസിനെ പറ്റി പഠിക്കണം. ഇതെല്ലാം അടുത്ത ക്ലാസ്സുകളിലായിട്ട് നമുക്ക് തരാം. അപ്പം ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ് ബയോസ്ഫിയർ റിസർവ്. ഇനി ഒരു ചെറിയ പോർഷനോടെ പറഞ്ഞ് നമുക്ക് നിർത്താം. ഈ ബയോസ്ഫിയർ റിസർവിന്റെ ഒരു സ്ട്രക്ചർ ഉണ്ട്. ഇതാണ് ബയോസ്ഫിയർ റിസർവിന്റെ ഒരു സ്ട്രക്ചർ.
ഇതെന്താണ് ഈ ബയോസ്ഫിയർ റിസർവിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്? ഇത് പല പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇത് ഈ ബയോസ്ഫിയർ റിസർവിന്റെ ഏറ്റവും ഉള്ളിലെ ഭാഗം അറിയപ്പെടുന്ന കോർ എന്നാണ്. കോർ, അകക്കാമ്പ്. അതിന് പുറത്ത് ഒരു ബഫർ സോൺ ഉണ്ട്. അതുപോലെ അതിന് പുറത്തൊരു ട്രാൻസിഷൻ ഏരിയ ഉണ്ട്. ഇങ്ങനെ 3 ലെവലിലാണ് എന്തിരിക്കുന്നത്, നമ്മുടെ ബയോസ്ഫിയർ റിസർവ് ഇരിക്കുന്നത്. ഈ കോർ ഏരിയ എന്ന് പറയുന്നതിന് അവിടെ റിസർച്ച് മാത്രമാണ് നടക്കുന്നത്. അതാണ് 6 എന്ന് എഴുതിയിരിക്കുന്നത്. അവിടെ നടക്കുന്നത് എന്താണ്? റിസർച്ച് മാത്രമാണ്. എന്ന് പറഞ്ഞാൽ അവിടെ അങ്ങനെ സാമാന്യമായ ആളുകൾക്കൊന്നും കയറി ചെല്ലാൻ പറ്റില്ല ബയോസ്ഫിയർ റിസർവിന്റെ കോറിനകത്ത്. ഉദാഹരണത്തിന് സൈലന്റ് വാലി നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് നീലഗിരി ഹിൽസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നാഷണൽ പാർക്കാണ്, ബയോസ്ഫിയർ റിസർവ്. അതിന്റെ കോറിൽ കയറാൻ പറ്റുന്ന ആർക്കാണെന്ന് ചോദിച്ചാൽ റിസർച്ച് ചെയ്യുന്ന വളരെ അപൂർവമായ ആളുകൾക്ക്, സയന്റിസ്റ്റുകൾക്ക് മാത്രമാണ് അവിടെ കോറിൽ കയറാൻ പറ്റുന്നത്. എന്നാൽ കോറിന് വെളിയിൽ വേറൊരു സ്ഥലമുണ്ട്, ബഫർ സോൺ എന്ന് പറയും. കോറിന് കുറച്ചുകൂടെ വെളിയിലുള്ള വിശാലമായ ഒരു സ്പേസ് ആണ്. അവിടെ 2 കൂട്ടർക്ക് കയറാം, 3 കൂട്ടർക്ക് കയറാം. അവിടെ റിസർച്ചിന് ഓൾറെഡി കയറാം, റിസർച്ചുകാർക്ക് ഓൾറെഡി കയറാം. അതുകൂടാതെ ടി എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് പർപ്പസിന് ആളുകൾക്ക് പോകാം. അതുപോലെ ഈ എഡ്യൂക്കേഷൻ പർപ്പസിന്, നമുക്ക് പഠന ആവശ്യങ്ങൾക്കും ട്രെയിനിങ് പർപ്പസിനും ഒക്കെ എവിടെ പോകാം? ഈ ബഫർ സോണിൽ പോകാം. ഇനി അതിന് വെളിയിൽ ഒരു സോൺ ഉണ്ട്, അതിന്റെ പേരാണ് ട്രാൻസിഷൻ സോൺ എന്ന് പറയുന്നത്. ഈ ട്രാൻസിഷൻ സോൺ ഞാൻ ഇവിടെ ഒരു വീഡിയോ വരച്ചിട്ടുണ്ട്. സെറ്റിൽമെന്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ട്രാൻസിഷൻ സോണിൽ ആളുകളൊക്കെ താമസിക്കുന്നുണ്ടോ. അപ്പൊ ആ വനത്തിന്റെ അല്ലെങ്കിൽ ആ ബയോസ്ഫിയർ റിസർവിന്റെ വളരെ പുറമേ ഉള്ള ഭാഗമാണ് ട്രാൻസിഷൻ സോൺ. ഉള്ളിലോട്ട് കയറുമ്പോൾ ബഫർ സോൺ, അതിനുള്ളിൽ എന്താണ്? കോർ എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു ബയോസ്ഫിയർ റിസർവിനുള്ളിൽ ധാരാളം നാഷണൽ പാർക്കുകൾ കാണും, ധാരാളം വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് കാണും, ടൈഗർ റിസർവ്സ് കാണും, ബേർഡ് സാങ്ച്വറീസ് കാണും. ഇതെല്ലാം കൂടെ ചേരുന്ന വിശാലമായ ഒരു ജൈവ വൈവിധ്യത്തിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ബയോസ്ഫിയർ റിസർവ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ബയോസ്ഫിയർ റിസർവ് എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.